വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനുള്ള ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഡെയിലി പഠിക്കേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെയാണ് അതൊക്കെ പ്ലാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് സെമിസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ തിയറി സബ്ജക്ട്സ് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ലാബ് ഉണ്ടാവും, ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ ലാബ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ടാവും, ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ഓരോന്നിനും നമുക്ക് എല്ലാ ദിവസവും ഇത് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടുമ്പോഴായിരിക്കും അറിയുക. ചിലപ്പോൾ വീക്ക്ലി വർക്ക്ഷോപ്പ് ഒക്കെ, ആഴ്ചയിൽ ഒരു വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ലാബും അതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ലാബ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നമ്മുടെ മെയിൻ സബ്ജക്ട്സ് ഒക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിലും മിക്കവാറും എല്ലാ ദിവസവും ഒക്കെ മാത്സ് ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് അത് പോർഷൻസ് ഒക്കെ കഴിയുള്ളൂ. അത് ഓരോന്നിന്റെ എത്ര അവേഴ്സ് ആണെന്നുള്ളതിനൊക്കെ അനുസരിച്ച് വരും. അപ്പോൾ എങ്ങനെയാണെങ്കിലും എല്ലാ ദിവസവും ഒരു 1 hour നമ്മൾ അന്നത്തെ ദിവസം എടുത്തത് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു 1 hour ഡെയിലി അന്നന്ന് ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ചിലപ്പോൾ റെക്കോർഡ് എഴുതാനുണ്ടാവും. നമുക്ക് റെഫ് റെക്കോർഡ് ഉണ്ടാവും, ഫെയർ റെക്കോർഡും ഉണ്ടാവും. റെഫ് റെക്കോർഡ് നമ്മൾ ലാബിൽ പോകുമ്പോൾ തന്നെ ആദ്യം എഴുതുന്നതാണ്. അത് റെഫ് റെക്കോർഡ് നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടാണ് നമ്മൾ ഫെയർ റെക്കോർഡിലേക്കൊക്കെ എഴുതുന്നത്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം. സോ ഈ റെക്കോർഡ് എഴുതുന്ന ഒരു വർക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് അസൈൻമെന്റ്സ് വരും, അതേപോലെ തന്നെ ക്ലാസ് ടെസ്റ്റ് വരും. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുമ്പോഴും ഈ 1 hour നമ്മൾ മാറ്റി വെക്കരുത്. ഈ 1 hourലുള്ള പഠനം അന്നത്തെ ദിവസം ക്ലാസ് എടുത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. തുടക്കം മുതലേ ഡേ 1 മുതൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ മാത്സോ അതുപോലെ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളുടെ ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ നോട്ട് പോലെ നമ്മൾ ഡെയിലി പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പൊ എക്സാം ആവുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആവും. ഇതിനാണ് ഞാൻ ഈ ഒരു 1 hour മാറ്റി വെക്കാൻ പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം എടുത്ത കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഇതുപോലൊരു ക്യാപ്സ്യൂൾ നോട്ടൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് 1 hour മതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അസൈൻമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം, റെക്കോർഡ് എഴുതാനുണ്ടെങ്കിൽ അത് ചെയ്യണം, എന്തെങ്കിലും ക്ലാസ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, വേറെ എന്തെങ്കിലും നമ്മളോട് വല്ല പ്രസന്റേഷനോ അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ അത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കുറേ വർക്ക് വരുന്ന ദിവസം എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും നമ്മൾ ആലോചിക്കുന്നവ. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു പേപ്പറിൽ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഈ മൊബൈലിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതിന് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും ടഫുള്ള കാര്യങ്ങൾ എപ്പോഴും ആദ്യം, അല്ലെങ്കിൽ കൂടുതൽ സമയം എടുത്തിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു തീർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അങ്ങനെ നമ്മൾ അത് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്പർ ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട് നാളത്തേക്ക്. ഇപ്പൊ നമുക്ക് ഒരു സബ്ജക്റ്റിൽ, ഇപ്പൊ ഇലക്ട്രോണിക്സിൽ നമുക്കൊരു എക്സാം ഉണ്ട്, മാത്സിന് നമുക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്, ദെൻ ഫിസിക്സിന്റെ ഒരു റെക്കോർഡ് ചെയ്യാനുണ്ട്, ദെൻ വേറൊരു സബ്ജക്റ്റ് നമുക്ക് പൈത്തണിന്റെ ഒരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് ചെയ്യാണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ നമ്പർ ചെയ്യാം. ഫസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പൊ ഏതിനാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത്, അതിന് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഇടാം. എന്നിട്ട് ഓരോന്നോരോന്ന് ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ചെയ്ത് പോവാം. ഇതിനെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം വർക്ക് ചെയ്യാനുണ്ട്, ഇത് കഴിയില്ല എന്നുള്ള ആ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ടൈം ഇരിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് രാത്രി ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഇരിക്കേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച്. ചിലവർ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കോളേജിൽ പോകുന്നവരുണ്ടാവും. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അവരുടെ ടൈം വേറെ രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ആ ടൈമൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഓരോരുത്തരുടെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ ടു ഡു ലിസ്റ്റിന്റെ കാര്യം മറക്കരുത്. പക്ഷെ ഇങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ വർക്ക് ഉള്ളപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ആ 1 hourന്റെ കാര്യം മറക്കരുത്. അതാത് ദിവസം എടുക്കുന്ന കാര്യങ്ങൾ അന്നത്തെ ദിവസം തന്നെ വീട്ടിൽ വന്ന് റിവൈസ് ചെയ്യുന്ന ഒരു രീതി
ഫ്രം ദ ഡേ 1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരീസ് എക്സാമും അത് എൻഡ് സെമിസ്റ്റർ എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെമിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സപ്ലി പോലും ഇല്ലാതെ മാക്സിമം ക്രെഡിറ്റ് സ്കോർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. സപ്ലി ഇല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് വരുന്ന സെക്കൻഡ് ഇയർ മുതൽക്കൊക്കെ നമുക്ക് കോർ സബ്ജക്ട്സ് വരും. പിന്നെ ബാക്കിയുള്ള പ്രോജക്റ്റ് വർക്കുകളും ലാബൊക്കെ കുറേ കൂടെ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഫസ്റ്റ് ഇയറിലുള്ള സബ്ജക്ട്സ് ആണ്. കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ കുറച്ചധികം എഫേർട്ട് എടുത്ത് തന്നെ ഈ ഡെയിലി 1 hour എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് പിന്നെ പിന്നെ അത് നമ്മളൊരു എന്താ പറയുക, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ വീക്കെൻഡ്സിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ചില ദിവസം നമുക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ വേറെ പുറത്ത് എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തെ വർക്ക് പെൻഡിങ് ആവും അല്ലെ, ആ ഒരു 1 hour നമുക്ക് പെൻഡിങ് ആവും. അതൊക്കെ നമ്മൾ എപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യണം? വീക്കെൻഡ്സിൽ. സാറ്റർഡേസ് ക്ലാസ് ഉണ്ടെങ്കിൽ സൺഡേസിൽ നമ്മൾ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാഗും ഇല്ലാണ്ട് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടാം. ബിടെക് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്